ശബരിമല കൊള്ളക്കേസിൽ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചു. അദ്ദേഹം പുറത്തു വന്നു. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വരുന്ന പല പ്രസ്താവനകളും ചൂണ്ടിക്കാട്ടി നാം സംസാരിക്കുകയാണെങ്കിൽ പലരും പറയുന്നത് അദ്ദേഹത്തെ കുടുക്കിയെന്നാണ്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ നിലപാടെടുത്തതുകൊണ്ട് തന്ത്രിയെ കുടുക്കി. അങ്ങനെ ഒരു പ്രതികാര നടപടിയാണോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്? ഈ ശബരിമല കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് എന്ത്? അത് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, മുഴുവൻ അയ്യപ്പ ഭക്തന്മാരും ഈ വിഷയം ചർച്ച ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിൽ തന്ത്രിക്ക് ഇതിനകത്തുള്ള റോൾ എന്താണ് എന്നുള്ള ഒരു ചർച്ചയുണ്ട്. ആദ്യ സമയത്തൊന്നും തന്ത്രിയുടെ ഭാഗത്തേക്കുള്ള ഒരു ചർച്ചയും ഉണ്ടാകുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് തുടങ്ങുന്നു, ഏറ്റവും ഒടുവിൽ വന്ന് ശങ്കർദാസിൻ്റെ അറസ്റ്റിൽ വരെ വന്ന് നിൽക്കുന്നു. തന്ത്രിയിലേക്ക് ഇത് പോകാൻ സാഹചര്യം വന്നത് ആ ഒരു ഇടയ്ക്കൊരു മെല്ലെപ്പോക്ക് വന്നല്ലോ. ഒരു ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോഴുള്ള ഒരു മെല്ലെപ്പോക്ക്. അതിന് ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും വലിയ അടുപ്പമുള്ള ആളാണ് തന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് വരെ നടത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും കുറേ വസ്തുക്കൾ കണ്ടെടുത്തു. അതൊക്കെ അദ്ദേഹം തന്നെ, ഈ ഏറ്റവും പ്രധാനം വാഹനമാണ്. അദ്ദേഹം തന്നെ പറയുന്നു 2017 കൊടിമരത്തിൻ്റെ വാഹനം അന്ന് ആചാരപരമായി തന്ത്രിക്ക് അവകാശപ്പെട്ടതെന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എൻ്റെ വീട്ടിലുണ്ട്, ഞാനത് തരാൻ കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നീട് വാങ്ങിച്ചു കൊള്ളാം എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞാണെന്ന്. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ വാഹനം അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഏതാണ്ട് തൊണ്ടി മുതൽ കണ്ടെടുത്തു എന്നുള്ള മട്ടിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? പിന്നെ തന്ത്രിയെ ചോദ്യം ചെയ്യുന്നു, അറസ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ തന്ത്രിയാണ് അല്ലെങ്കിൽ പോറ്റിയാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് ആർക്കും കൊടുക്കില്ല. അങ്ങനെ കൊടുക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്ത സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. എന്ന് മാത്രമല്ല, തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ പൊതുധാരണ ഉണ്ടാക്കി വെച്ചു. അതായത് തന്ത്രിയും കൂടി അറിഞ്ഞുകൊണ്ടാണ്. ഇപ്പം രണ്ട് രീതിയിൽ കുറ്റം വരാമല്ലോ. ഇപ്പോൾ ഒരു സംഗതി അറിഞ്ഞിട്ട് അത് പോലീസിനോടോ പൊതുജനത്തോടോ പറഞ്ഞില്ലെങ്കിൽ അറിഞ്ഞ കാര്യം മറച്ചു വെച്ചു എന്നും പറഞ്ഞും പ്രതിയാക്കാം. എന്തിനേറെ, മോഷണ വസ്തുവും കൊണ്ട് പോകുന്ന വഴിക്ക് ടാക്സി സ്റ്റാൻഡിൽ ഓടാൻ കിടക്കുന്ന ഓട്ടോറിക്ഷയിൽ ഒരു ഓട്ടം വിളിച്ച് പോയാൽ അവനെയും പ്രതിയാക്കും. അവനെന്ത് ചെയ്തു? അവൻ ഓടാൻ കിടക്കുന്നവന് ഓടാനായിട്ട് ചിലപ്പോൾ ഒരു വിഗ്രഹം പൊതിഞ്ഞ് ബാഗിനകത്താക്കിക്കൊണ്ടായിരിക്കും വരുന്നത്. വരുമ്പോൾ ഈ ഓട്ടോറിക്ഷക്കാരൻ ബാഗ് തുറക്കും, ഇതിനകത്ത് വിഗ്രഹം വല്ലതും ഉണ്ടോ എന്ന് അവനെ മൊത്തം സ്കാൻ ചെയ്തിട്ട് ഓട്ടം പോകാൻ നോക്കും. പക്ഷേ അവനും ചെന്ന് പെടും. അതുപോലെ ഈ തന്ത്രിയും പെട്ടു. ഇനി പെട്ടതാണോ പെടുത്തിയതാണോ എന്നത് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, പെടുത്തിയതാണ്. കാരണം ഒരാംഗിളിൽ ഇങ്ങനെ പോകുകയാണ് CPM-ന്റെ മാത്രം ആളുകൾ. അത് ഇങ്ങേ അറ്റം തൊട്ട് അങ്ങേ അറ്റം വരെ ഇങ്ങനെ ആ ഹൈറാർക്കിയിൽ കയറിപ്പോയി മുൻ മന്ത്രിയിൽ വരെ പോയി. മുൻ മന്ത്രിയെ ചോദ്യം ചെയ്തത് ആരും അറിഞ്ഞില്ല. ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യാൻ പോകുന്നത് നോട്ടീസ് അടിച്ച് തലേ ദിവസമേ ഈ സിനിമാ തിയേറ്ററിൽ ഇത്രാം തീയതി ഇത്ര മണിക്ക് ആദ്യത്തെ ഷോ എന്ന് പറയുന്ന കണക്ക് ആളുകൾ മുഴുവൻ ക്യൂ നിന്നാണ് ബാക്കിയുള്ളവരെ ചോദ്യം ചെയ്യലൊക്കെ. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പോലും നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അദ്ദേഹവും കൂടി ആ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം കൂടി അകത്ത് പോകും എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കാണ് U-ടേൺ പോലെ അതെങ്ങോട്ട് പോയി, തന്ത്രിയുടെ അടുത്തോട്ട് പോയി. എന്നിട്ട് തന്ത്രിയിൽ ചാർത്തിയ കുറ്റം എന്താണ്? ഇത് അറിഞ്ഞിട്ടും പുറത്ത് പറഞ്ഞില്ല. അതുപോലെ ഇതിനൊക്കെ അയ്യപ്പൻ്റെ അനുവാദം വാങ്ങിക്കൊടുത്തില്ല എന്നൊക്കെ ഉള്ളതാണ്. അവിടെ വളരെ കൃത്യമായിട്ട് കോടതി പറഞ്ഞു, സംശയത്തിൻ്റെ ഒരു കണിക പോലും, ആ വാക്കാണ് ഉപയോഗിച്ചത്, കണിക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മോളിക്യൂൾ എന്നാണ് അർത്ഥം. സംശയത്തിൻ്റെയോ കുറ്റത്തിൻ്റെയോ ഒരു കണിക പോലും നിങ്ങൾക്ക് ഈ തന്ത്രിക്കെതിരെ തെളിയിക്കാൻ കഴിഞ്ഞോ എന്നാണ് SIT-യുടെ ചോദിച്ചത്. ഇവിടെ SIT-യുടെ അന്വേഷണം നമ്മളുടെ ലോക പോലീസിൻ്റെ അന്വേഷണത്തെക്കാൾ മഹത്തരമാണെന്നൊക്കെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഡിവിഷൻ ബെഞ്ച് അവർ തന്നെ നിയോഗിച്ചതായതുകൊണ്ടാണ്. അവർ മാത്രമേ പറഞ്ഞുള്ളൂ. സുപ്രീം കോടതി ഇനി പറയാനൊന്നുമില്ല. അതേപോലെ ഇവിടുത്തെ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലെ ജഡ്ജ് ഡോക്ടർ മോഹിത്, ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് ബദറുദ്ദീൻ,
അവരൊക്കെ ഈ SIT കുറിച്ച് ഇനി പറയാനൊന്നുമില്ല. ആകെ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാണോ നിയമിച്ചത്. ഇപ്പം നമ്മുടെ മക്കൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾക്ക് അവർ പുണ്യന്മാരാണെന്ന് പറഞ്ഞ കണക്ക് ഇവരെടുത്തു വെച്ചത് കൊണ്ട് ഇവർ പറയുന്നതേ ഉള്ളൂ. നാട്ടുകാർ മുഴുവൻ കാണുകയല്ലേ. 6 മാസമായിട്ട് SIT അന്വേഷിച്ചിട്ട് എന്ത് കണ്ടുപിടിച്ചു ഇതുവരെ? കോടതി ചോദിക്കുമ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടാകും. ഒരു അറസ്റ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ആദ്യം 2 സെൻറ്റിമീറ്റർ വീതം കട്ട് ചെയ്തുകൊണ്ട് VSSCക്ക് കൊടുക്കുന്നു. അവർ അത് ഒന്നും കാണാമെന്നില്ല. കുറച്ചുകൂടി വലുതെടുത്തുകൊണ്ട് പോയി. എന്നിട്ടും പറ്റുന്നില്ല. ഞങ്ങളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല എന്നാണ് VSSC. ഈ പറ്റാത്ത പണി എന്തിനാണ് VSSC കേൾക്കാൻ പോയത്? നമ്മളിപ്പോൾ ഒരു സംഗതി ഈ ബാങ്കിൽ ചെന്നാൽ പോലും റിസർവ് ബാങ്കിൻ്റെ ഗവർണർ അവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഒരു പണയം വെക്കാൻ ചെന്നാൽ ഗവർണറാണോ വരച്ച് നോക്കുന്നത്? അപ്രൈസർ എന്ന് പറഞ്ഞ് ഒരു സ്വർണ്ണപ്പണിക്കാരൻ അവിടെ ഇരിപ്പുണ്ട്. അയാൾ അത് വരച്ചിട്ട് ഇത് സ്വർണ്ണമാണെന്ന് പറഞ്ഞാൽ മുക്കുപണ്ടമാണെങ്കിലും സ്വർണ്ണമാണ്. അപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ അവിടെ ഇരുന്നുകൊണ്ട് പറയുക ഇല്ല ഞാൻ നോക്കാം. പറ്റുമോ? റിസർവ് ബാങ്കിൻ്റെ ഗവർണറുടെ ജോലി വേറെ ജോലിയാണ്. അത് സ്വർണ്ണമാണോ അല്ലയോ എന്ന് പറയാൻ്റെ ചുമതല അവിടെ ആർക്കാണ്? അപ്രൈസർക്കാണ്. അതുപോലെ ഇവിടെ തന്ത്രിയുടെ ജോലി എന്താണ്? തന്ത്രിയുടെ ജോലി സെക്യൂരിറ്റി പണിയല്ല. തന്ത്രിക്ക് യൂണിഫോം ഒന്നുമില്ല. തന്ത്രിക്ക് ആചാരപരമായ വേഷം മാത്രമേ ഉള്ളൂ. തന്ത്രിയോട് ഏതെങ്കിലും കാര്യത്തെക്കുറിച്ചുള്ള ദൈവികമായ ആത്മീയമായ ആചാരപരമായ ഇതിലെന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട, ഇന്നത് ഇന്ന രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആത്മീയ ഉപദേശം കൊടുക്കുന്ന ജോലി മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അതാണ് അദ്ദേഹം ചെയ്തത്. പിന്നെ വേണമെങ്കിൽ പറയാം, സാധാരണഗതിയിൽ ഈ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സ്പെയർ പാർട്സ് പുതിയത് കൊണ്ടുവരുമ്പം പഴയ സ്പെയർ പാർട്ട് ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ചില വർക്ക്ഷോപ്പുകാർ എടുത്തുകൊണ്ട് പോകും. അതുപോലെ ഈ കൊടിമരത്തിൻ്റെ വാജി വാഹനം അതേപോലെ ഇത് എനിക്ക് തരുമോ എന്ന് ചോദിച്ച് എടുത്തുകൊണ്ട് പോയതല്ല. ആചാരപരമായി ആ വാജി വാഹനം മാറ്റുകയാണെങ്കിൽ അതിൻ്റെ അവകാശി തന്ത്രിയാണ്. ആ തന്ത്രിക്ക് കൊടുത്തു. അത് അന്നത്തെ നമ്മളുടെ സ്പെഷ്യൽ കമ്മീഷണർ കോടതി നിയോഗിച്ച എന്താണ് ASP കുറുപ്പ്, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഇതെല്ലാം ചെയ്തത്. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സേവനത്തെയും അന്ന് ചെയ്ത മൊത്തം പ്രവർത്തനത്തെയും കോടതി വരെ അംഗീകരിച്ചതാണ്. അങ്ങനെയുള്ളവരടുത്ത് പിന്നെയും പോയി ഈ നിയമത്തിൻ്റെ കണ്ണിൽ ഇപ്പോഴും തന്ത്രി പ്രതിയാണ്, അദ്ദേഹം കുറ്റക്കാരനാണ്. അപ്പോൾ ഒരു കുറ്റക്കാരൻ പറയുകയാണ് എന്നെ കുടുക്കിയതാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ നിലപാടെടുത്തത് കൊണ്ട് ഈ യുവതികളുമായി സർക്കാർ വരികയാണെങ്കിൽ പോലീസ് വരികയാണെങ്കിൽ നടയടച്ചിടുമെന്ന് അന്നൊരു നിലപാടെടുത്തത് കൊണ്ടാണ് തന്നെ കുടുക്കിയതെന്ന് പറയുന്നതിൽ വിശ്വാസമുണ്ടോ? അല്ല, അത് വിശ്വസിക്കാൻ കഴിയുമോ നമുക്ക്? തീർച്ചയായിട്ടും. എന്താ സംഗതി എന്നറിയുമോ? ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? അറസ്റ്റ് ചെയ്തതിൻ്റെ അന്ന് പറഞ്ഞോ? ജയിലിൽ കിടന്നപ്പം പറഞ്ഞോ? കോടതി അദ്ദേഹത്തെ നിരുപാധികം നിസ്സംശയം ഒരു കുറ്റവും ഒരു കണിക പോലും ഈ തന്ത്രിയുടെ ഭാഗത്തില്ല, അതുകൊണ്ട് തന്ത്രിയെ നിരുപാധികം വിട്ടയക്കുന്നു. ആ വിട്ടയച്ച് പുറത്ത് വന്നതിന് ശേഷം മാത്രമാണ് തന്ത്രി ഇത് പറഞ്ഞത്, അല്ലേ? അപ്പം അദ്ദേഹത്തിന് അത് പറയാൻ കാരണം എന്താ? കോടതി 100% കുറ്റവിമുക്തനാക്കിയ ഒരാളിനെ പിന്നെ എന്തിനു പിടിച്ചുകൊണ്ട് പോയെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു വിഷയം മുമ്പുണ്ട്. ഇപ്പം നമ്മൾ തന്നെ ചിലപ്പോൾ കാണുന്ന ഒരു പരിപാടിയില്ലേ, എനിക്ക് ഇപ്പം ശ്രീജിത്തിനോട് എന്തെങ്കിലും ഒരു വിരോധം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴെങ്ങും ഒന്നും ചെയ്യത്തില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഒരു സന്ദർഭം കിട്ടുമ്പോൾ ഒരു കള്ളക്കേസ് കൊടുത്ത് പിടിച്ചുകൊണ്ട് പോകും. പിടിച്ചുകൊണ്ട് പോയി അവിടെ ചെന്ന് ആ കേസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞ് പുറത്ത് വരുമ്പോൾ പറയും ഇതങ്ങനെയൊന്നുമല്ല, കുറേ നാളിന് മുമ്പേ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു, അതിനെന്നെ കുടുക്കിയതാണ്. എത്ര പേരെ അങ്ങനെ കുടുക്കിയിട്ടുണ്ട്. ഷീല സണ്ണിയോ അങ്ങനെ ഏതോ പേരിലുള്ള ഒരു ബ്യൂട്ടി പാർലറിലെ ബന്ധുക്കൾ തന്നെ അവരുടെ സ്കൂട്ടറിനകത്ത് മറ്റേ സ്റ്റാമ്പ് MDMA കൊണ്ടുവച്ചിട്ട് എക്സൈസുകാരെ കൊണ്ടത് വാങ്ങിച്ചിട്ട് 10-60 ദിവസം അവർ ജയിലിൽ കിടന്നു. നിരപരാധിയല്ലേ. പക്ഷേ കോടതി കിടന്നത് കൊണ്ട് അവർ ആ അർത്ഥത്തിൽ കുറ്റവാളിയുമല്ലേ. ഏതാണ്ട് അതിൻ്റെ ഒരു തനി ആവർത്തനം പോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. പല പോറ്റിമാർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചില പോറ്റിമാർ തന്നെ അടിച്ചുകൊണ്ട് പോയിട്ടുമുണ്ട്. പക്ഷേ കണ്ഠരര് രാജീവരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോടതിയുടെ മുന്നിൽ 41-ാം ദിവസം, ഞാൻ അതിന് പറയുന്നത് 41 ദിവസം അദ്ദേഹം ജയിലിൽ വ്രതമെടുത്തു, അയ്യപ്പനെ സേവിച്ചു, അയ്യപ്പൻ കുറ്റവിമുക്തനായി അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ കാര്യം തുറന്നു പറഞ്ഞത്. ഇത് പഴയ 2018
സെപ്റ്റംബർ 28 സുപ്രീം കോടതി വിധിയുടെ തൊട്ടുപുറകിന് യുവതി പ്രവേശനത്തിന് സർക്കാർ തയ്യാറായപ്പോൾ ഞാനത് പറ്റില്ല എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞ എന്താ, അദ്ദേഹത്തിന് ആ നിയമോപദേശം വരികയാണെങ്കിൽ നട അടച്ചേക്കൂ എന്നുള്ള നിയമോപദേശം കൊടുത്തത് ഞാനാണ്. അതിൻ്റെ പേരിൽ എന്തു വന്നാലും അദ്ദേഹം നോക്കിക്കൊള്ളാമെന്നും ഇപ്പോൾ വന്നില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ തന്ത്രിയെ കുടുക്കിയത് തന്നെയാണ്. ഒരു പക്ഷേ മന്ത്രിമാരെ തൽക്കാലത്തേക്ക് രക്ഷപ്പെടുത്താൻ തന്ത്രിയെ കുടുക്കി. തന്ത്രിയെ കുടുക്കിയതിന് തന്ത്രി പുറത്തു വന്നു. തന്ത്രിയെ കുടുക്കിയതിൻ്റെയും കൂടെ ശിക്ഷ ഇനി വരാൻ പോകുന്ന അവരുമായി ബന്ധപ്പെട്ട എല്ലാ പേരും അനുഭവിക്കും, ഉറപ്പ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.